പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് അവനോട് തഖ്വയുള്ളവരായി ജീവിക്കണം എന്നുണർത്തുകയാണ്. അല്ലാഹുവിൻ്റെ സന്നിധിയിലേക്ക് ഏതു നിമിഷവും ഇവിടെ നിന്ന് യാത്ര പോകേണ്ടവരാണ് നമ്മൾ എന്ന ബോധവും ചിന്തയും സജീവമായി എപ്പോഴും നമ്മുടെ മനസ്സിൽ നിലനിൽക്കണം എന്നുണർത്തുകയാണ്. നമ്മളിന്ന് റബീഉൽ അവ്വൽ മാസത്തിലാണ്. ഒരുപാട് സാമ്പത്തികമായ പ്രതിസന്ധിയും അതുപോലെ മറ്റു പല പ്രശ്നങ്ങളും മുസ്ലിം സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ ആ ദിവസത്തിൽ നടക്കുന്ന ആഘോഷങ്ങൾക്കും ആ ദിവസത്തിൽ ദീനിൻ്റെ പേരിൽ നടക്കുന്ന മറ്റ് പരിപാടികൾക്കൊന്നും യാതൊരു മുടക്കവും ഉണ്ടാവുകയില്ല. അതങ്ങനെ ആളുകൾ, മുസ്ലിങ്ങളായ ആളുകളിൽ പല ആളുകളും അത് നബിദിനം ആഘോഷിക്കുവാനും അത് കൂടുതൽ വർണ്ണാഭയമാക്കുവാനും ശ്രമിക്കുന്ന അല്ലെങ്കിൽ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. ഈ സന്ദർഭത്തിൽ മതത്തിൻ്റെ പേരിൽ നടക്കുന്ന ഒരു കർമ്മം എന്ന നിലക്ക് അതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജന്മദിനങ്ങൾ പല രീതിയിലും ആളുകൾ ആഘോഷിക്കാറുണ്ട്. അതിൽ മതത്തിൻ്റെ പേരിൽ മതപരമായ ഒരു പുണ്യകർമ്മമായി ആളുകൾ ആഘോഷിക്കുന്നതാണ് ഈ നബിദിനം എന്നുള്ളത്. അതുപോലെ ക്രിസ്ത്യാനികൾ ആഘോഷിക്കുന്നതാണ് അവരുടെ വിശ്വാസപ്രകാരം യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനം എന്ന നിലക്ക് ക്രിസ്തുമസും. മാത്രവുമല്ല, മിക്കവാറും എല്ലാ മതങ്ങളും, ഇസ്ലാമല്ലാത്ത മറ്റു മതങ്ങളിലൊക്കെ മഹാന്മാരുടെ ജന്മങ്ങൾക്ക് വലിയ പ്രാധാന്യവും ആ ജന്മദിനങ്ങൾ കൊണ്ടാടുന്നത് മതപരമായ ഒരു പുണ്യകർമ്മവുമായി കണക്കാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിലും ചർച്ചുകളിലും പള്ളികളിലൊക്കെ വെച്ച് പ്രത്യേകമായ പ്രാർത്ഥനകളും ഒക്കെ സംഘടിപ്പിക്കാറുണ്ട്. ഈ വിഷയകമായി ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെയും ജന്മദിനം എന്നുള്ളതിന് മതത്തിൻ്റെ ഒരു ഛായയും ഇസ്ലാം നമുക്ക് പഠിപ്പിക്കുന്നില്ല. പള്ളികളിൽ വെച്ച് പ്രത്യേകമായ ദിക്റും ദുആകളും ഒക്കെ, പ്രാർത്ഥനകളും കീർത്തനങ്ങളൊക്കെ ചൊല്ലേണ്ട ഒരു ദിവസമാണ് ഇന്ന വ്യക്തി ജനിച്ച ദിവസം, അതല്ലെങ്കിൽ ഇന്ന സംഭവം ഉണ്ടായതിനോടനുബന്ധമായി ഉള്ള കാര്യങ്ങൾ എന്ന് ഇസ്ലാം പ്രത്യേകമായി നമ്മെ പഠിപ്പിക്കുന്നില്ല. അതാണ് നബിദിനം എന്നതിൻ്റെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. അതല്ലാത്ത രീതിയിൽ നമ്മൾ ആഘോഷിക്കാറുണ്ട്, പല ആഘോഷങ്ങൾ നടത്താറുണ്ട്. നബിദിനം നടത്തുന്ന ആളുകൾ പലപ്പോഴും ചോദിക്കും, നിങ്ങൾ ഗാന്ധി ജയന്തി നടത്താറില്ലേ, അതല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം, അതല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം, ഇങ്ങനെയൊക്കെ കുറേ ദിവസങ്ങൾ നിങ്ങൾ പ്രത്യേകമായി ആഘോഷിക്കുക. ആളുകൾക്ക് എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം ഒന്ന് പ്രത്യേകമായി ആചരിച്ചുകൂടാ, ആഘോഷിച്ചുകൂടാ, അതെങ്ങനെയാണ് മതത്തിന് വിരുദ്ധമാകുന്നത് എന്ന് പറയാറുണ്ട്, ചോദിക്കാറുണ്ട്. അതാണ് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്.
ഗാന്ധി ജയന്തിയാകട്ടെ, അതല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വാതന്ത്ര്യ ദിനമാകട്ടെ, റിപ്പബ്ലിക് ദിനമാകട്ടെ, അതൊന്നും മതത്തിലെ ഒരു പുണ്യകർമ്മമായിക്കൊണ്ട് പള്ളികളിലും മറ്റു പല സ്ഥലങ്ങളിലും നടത്തപ്പെടുന്ന ഒരു പുണ്യകർമ്മമായോ ഒരു ആരാധനയുടെ ഭാഗമായോ നടത്തുന്ന കാര്യമല്ല. മറിച്ച് അത് നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുഗുണമായ രീതിയിൽ രാജ്യം നമ്മളോട് നിർദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നു. അത് തികച്ചും ആ ഒരു അർത്ഥത്തിൽ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ്. അതിന്റെ അപ്പുറത്തേക്ക് മരണാനന്തര ജീവിതത്തിൽ ഇന്ന ജയന്തി ആഘോഷിച്ചാൽ മരണാനന്തര ജീവിതത്തിൽ എനിക്കൊരുപാട് പുണ്യം ലഭിക്കാനുണ്ട് എന്ന് ആരും ഒരു മുസ്ലിമും എവിടെയും വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു ജന്മദിനം നമ്മളെ ഇടയിൽ കാണാറുണ്ട്, കുട്ടികളുടെയൊക്കെ അല്ലെ അവനവന്റെ ഒക്കെ ജന്മദിനങ്ങൾ. അതും യഥാർത്ഥത്തിൽ ഈ ഗണത്തിൽ പെടുന്നതല്ല. ആരും സ്വന്തം മക്കളുടെ ജന്മദിനം ആഘോഷിക്കുന്നതിൽ ഒരു മരണാനന്തരമായ എന്തെങ്കിലും പുണ്യമോ അതല്ലെങ്കിൽ ഒരു മതപരമായ കർമ്മമായിട്ടോ അതിനെ സംബന്ധിച്ച് കാണാറില്ല. എന്നിരുന്നാലും ഇസ്ലാമിന്റെ പ്രമാണങ്ങളുമായി നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ കുട്ടികളുടെ അല്ലെങ്കിൽ മറ്റുള്ള ആ രീതിയിലുള്ള ജന്മദിനങ്ങൾ നമ്മുടെ രാഷ്ട്രം നമ്മളോട് നിർദ്ദേശിക്കുന്ന കാര്യങ്ങളല്ലാത്ത മറ്റ് ജന്മദിനങ്ങൾ നമ്മൾ കുട്ടികളുടേതൊക്കെ നടത്തുന്നത് അതൊരു അഭിലഷണീയമായ കാര്യമായിക്കൊണ്ടല്ല നമ്മളെ മതം പഠിപ്പിക്കുന്നത്. കാരണം അതൊക്കെ ഇസ്ലാമികേതര സംസ്കാരങ്ങളിൽ നിന്ന് നമ്മളുടെ ഇടയിലേക്ക് കടന്നു വന്നൊരു കാര്യമാണ്. ഇസ്ലാമികമല്ലാത്ത മറ്റു സമൂഹങ്ങൾ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും അതിന് കൂടുതൽ പ്രാമുഖ്യവും പ്രാധാന്യവും നൽകുകയും ചെയ്യുന്നു. അത്തരം കാര്യങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുന്ന ഒരു പ്രവർത്തനം എന്നുള്ള നിലക്ക് അതും നമ്മൾ യഥാർത്ഥത്തിൽ ഒഴിവാക്കേണ്ടതാണ്. അതും യഥാർത്ഥത്തിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമല്ല. അവനവന്റെ മക്കളുടെയോ അവനവന്റെയോ ഭാര്യയുടെയോ ഭർത്താവിന്റെയോ ജന്മദിനമോ അങ്ങനത്തെ കാര്യങ്ങൾ ഒരു പ്രത്യേകമായ രീതിയിൽ കേക്കോ മറ്റൊക്കെ ഉണ്ടാക്കി അത് മുറിച്ച് അതൊരു മറ്റ് സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ നിലക്ക് അതിനാരും ഒരു പരലോകത്തിന്റെ കാര്യങ്ങളോ പുണ്യകർമ്മമായിട്ടൊന്നും കണക്കാക്കാറില്ലെങ്കിലും മറ്റു സംസ്കാരങ്ങളുടെ ഭാഗമായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയതുപോലെ മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ഏതെങ്കിലും ഒരു പ്രത്യേക സംസ്കാരത്തിന്റെ കാര്യങ്ങൾ നമ്മൾ അതേ രീതിയിൽ അഡോപ്റ്റ് ചെയ്യുമ്പോൾ നമ്മളും അതിന്റെ ഒരു വക്താക്കളായി മാറുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. ആ നിലക്കാണ് അത് ഒരു പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമല്ല എന്ന് ഉള്ള വിലയിരുത്തൽ മുസ്ലിം പണ്ഡിതന്മാരൊക്കെ ആ രീതിയിൽ വിലയിരുത്തിയിട്ടുള്ളത്. എന്നാൽ നബിദിനത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. നബിദിനം എന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇടയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മിക്കവാറും മുഴുവൻ കാര്യങ്ങളും നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അതിലൊന്നും ഇസ്ലാമികമായൊരു അടിത്തറല്ല. ഒന്നാമതായി നമ്മളുടെ ഇസ്ലാമിൽ ഒരു കാര്യത്തിനും ഒരു ഘോഷയാത്ര എന്ന് പറഞ്ഞത് ഇസ്ലാമിലെ ഒരു മതകർമ്മമായിട്ടില്ല. മതത്തിന്റെ ചടങ്ങായിട്ടൊരു ഘോഷയാത്ര ഇസ്ലാമിലില്ല. അത് ഏത് സന്ദർഭത്തിലും ഇസ്ലാം മതത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ്. മതത്തിന്റെ ചടങ്ങായിട്ട് ഒരു ഘോഷയാത്ര പലപ്പോഴും നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള വർഗീയ കലാപങ്ങൾക്കൊക്കെ കാരണമാകുന്നത് മതഘോഷയാത്രകളാണ്. രാഷ്ട്രീയ ഘോഷയാത്രകൾ കൊണ്ടല്ല, മതഘോഷയാത്രകളാണ് പലപ്പോഴും വലിയ സംഘർഷങ്ങൾക്ക് നിമിത്തമായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പല ബുദ്ധിജീവികളും അഭിപ്രായപ്പെടുകയുണ്ടായി, ഇന്ത്യ രാജ്യത്ത് നിന്ന് മതഘോഷയാത്രകൾ നിർത്തൽ ചെയ്യണം, അത് വിരോധിക്കണം, എന്നാൽ ഒരുപാട് അക്രമങ്ങളും ഒരുപാട് വർഗീയ കലാപങ്ങളും ഇല്ലാതെയായി മാറുമെന്ന്. അത് യഥാർത്ഥത്തിൽ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ അടിത്തറയുമായി താരതമ്യപ്പെടുത്തി നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകാര്യമായൊരു അഭിപ്രായമാണ്. കാരണം ഇസ്ലാം മതത്തിൽ അങ്ങനത്തെ ഒരു ഘോഷയാത്രക്കുള്ള ഒരു സ്കോപ്പ് എവിടെയും നമ്മൾക്ക് കാണാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ നബിദിനത്തിന്റെ ഒരു ഘോഷയാത്ര, അതുപോലെ തന്നെ മറ്റ് മതങ്ങൾ ശ്രീകൃഷ്ണ ജയന്തിയുടെയോ മറ്റു പലതിന്റെ പേരിൽ നടത്തുന്ന ഘോഷയാത്രകൾ, ഇതൊക്കെ ആളുകൾക്ക് ഒരുപാട് പ്രയാസമുണ്ടാക്കുന്നതാണ്. അതൊക്കെ മതത്തിന്റെ പേരിൽ നടത്തുമ്പോൾ മതം അതിന് അനുകൂലമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് എന്ന് മാത്രമാണ് നമുക്ക് പൊതുസമൂഹത്തോട് പറയാനുള്ളത്. ഇസ്ലാം മതം അതിനൊരു പച്ചക്കൊടി കാട്ടിയ ഒരു ആചാരമാണിത് എന്ന് മനസ്സിലാക്കാൻ പാടില്ല. ആളുകൾ പല രീതിയിലും പല രൂപത്തിലും മതത്തെ മനസ്സിലാക്കി പല രീതിയിലും അവരത് ചെയ്യുന്നു. അതിൽപ്പെട്ട ഒന്നെന്ന് മാത്രമേ ഇതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇസ്ലാമിന്റെ മറ്റൊരു പ്രത്യേകത, എല്ലാ പുണ്യകർമ്മങ്ങൾക്കും അതിന് മതത്തിന്റെ അടിത്തറ വേണം.
മതത്തിന്റെ അടിത്തറല്ലാത്ത ഒരു പുണ്യകർമ്മവും ഇസ്ലാം മതത്തിൽ പുണ്യമാവുകയില്ല. അത് നമുക്ക് എത്ര നല്ലതാണെന്ന് തോന്നിയാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞപ്പോ ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പള്ളിയിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെ ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് അവർ പ്രത്യേക രീതിയിലൊരു ദിക്ർ ചൊല്ലുന്നുണ്ട്. ഒന്നുമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് അവർ ചെല്ലുന്നുണ്ട്. അതായത് ഒരാൾ ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുക, മറ്റേ ആള് അത് ഏറ്റു പറയുക. അപ്പൊ ഓരോരുത്തർ ഓരോ ദിക്ർ ചെയ്യുമ്പോൾ ഒരു കല്ലെടുത്ത് അങ്ങേപ്പുറത്ത് ഇങ്ങനെ വെക്കുക, അങ്ങനെ എണ്ണം പിടിക്കാൻ 100 എന്ന എണ്ണം പിടിക്കാൻ വേണ്ടി 100 ലാ ഇലാഹ ഇല്ലല്ലാഹ്, 100 അൽഹംദുലില്ലാഹ്, 100 സുബ്ഹാനല്ലാഹ് എന്നൊക്കെ ആളുകൾ പള്ളിയിൽ കൂടി ഇങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭം റസൂലിന്റെ കാലശേഷമാണ്. സഹാബാ കിറാമിന്റെ ഒക്കെ കാലത്തിലാണ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ കാലത്താണ്. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അവരോട് ആ സന്ദർഭത്തിൽ അവരെ വളരെ രൂക്ഷമായ രീതിയിൽ വിമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയുകയുണ്ടായി, വൈഹക്കും യാ ഉമ്മത്ത മുഹമ്മദ് നബിയുടെ സമുദായമേ, എന്തൊരു കഷ്ടമാണ് നിങ്ങളുടെ കാര്യം. മാ അസ്റ ഹലക്കത്തക്കും ഹൗലായി സഹാബ നബിയുക്കും മുതവാഫിറൂന, ഈ സഹാബാക്കളൊക്കെ ഇത്രയധികം ഇവിടെ ജീവിച്ചിരിക്കണ ഈ സന്ദർഭത്തിൽ തന്നെ നിങ്ങൾ നശിച്ചു പോകാൻ തുടങ്ങിയോ? വഹാദി സിയാബുഹു ലം തബ്ലു, റസൂല് അണിഞ്ഞ വസ്ത്രങ്ങൾ ഇതാ നുരുമ്പിപ്പോയിട്ടില്ല. ആനിയത്തുഹു ലം തുക്സർ, നബി ഉപയോഗിച്ച പാത്രങ്ങൾ പൊട്ടിപ്പോയിട്ടില്ല. അപ്പോഴേക്കും നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നോ? വല്ലദീ നഫ്സി ബിയദിഹി ഇന്നകും ലഅലാ മില്ലത്തിൻ ഹിയ അഹ്ദാ മിൻ മില്ലത്തി മുഹമ്മദ് നബി കാണിച്ചു തരാത്തൊരു മാർഗം നിങ്ങൾ മതത്തിന്റെ പേരിൽ ഉണ്ടാക്കുന്നത്, നിങ്ങളെന്താ നബിയേക്കാൾ വലിയ സന്മാർഗം സിദ്ധിച്ചവരാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വാസ്തവത്തിൽ നിങ്ങൾ മുഫ്തത്തിഹു ബാബ ലലാലത്തിന്റെ വഴികേടിന്റെ ഒരു അധ്യായം അല്ലെങ്കിൽ ഒരു വാതിൽ നിങ്ങൾ തുറക്കുകയാണെന്ന് പ്രമുഖ സഹാബി വര്യനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു എന്താ നിങ്ങൾ അങ്ങനെ പറയേണ്ടതുണ്ടോ? ഞങ്ങൾ നല്ല ഉദ്ദേശത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, നല്ല ഉദ്ദേശത്തിൽ റസൂലുള്ള നമുക്ക് കാണിച്ചു തരാത്തൊരു രീതിയിൽ ഒരു മതകർമ്മം നിങ്ങൾ നിർവഹിക്കുന്നത് എങ്ങനെയാ എന്ന രീതിയിൽ അദ്ദേഹം അവിടുന്ന് അവരോട് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ആളുകളുടെ ധാരണ. ദിക്ർ ചൊല്ലല്ലേ, പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കല്ലേ, അതല്ലെങ്കിൽ നബിയുടെ പേരിൽ മധു പറയല്ലേ, നബിയെ നന്നാക്കി പറയല്ലേ, ഇതിലൊക്കെ എന്താ തെറ്റ്? എവിടെയാണ് ഈ ഹറാം കടന്നു വരുന്നത് എന്നുള്ളതാണ്. അതിലൊന്നുമല്ല പ്രധാനമായി തെറ്റു വരുന്നത്. നബിയെ നമ്മൾ സ്നേഹിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ്. നമ്മൾക്ക് ഏറ്റവും എപ്പോഴും പറയാനുള്ളതും അതുപോലെ തന്നെ ആളുകളെ പഠിപ്പിക്കാനുള്ളതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമ ഗുണങ്ങളാണ്. നബിയെ മാതൃകയാക്കണമെന്നാണ് നമ്മൾ ജനങ്ങളോട് മുഴുവൻ പഠിപ്പിക്കുന്നത്. വമാ ആതാക്കും റസൂൽ ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു, നിങ്ങൾ റസൂലുള്ള എന്തൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവന്നോ അതൊക്കെ നിങ്ങൾ സ്വീകരിക്കണം, റസൂലുള്ള നിങ്ങളെ കൊണ്ടുവരാത്ത നിങ്ങൾ കൈവെടിയണം എന്ന് പഠിപ്പിക്കുന്നവരാണ് നമ്മൾ. അത് വലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ, അല്ലാഹുവിനെ ഉദ്ദേശിക്കുകയും യൗമുൽ ആഖിറിൽ പ്രതിഫലം കിട്ടണമെന്ന് വിചാരിക്കുന്ന ആളുകൾ, അല്ലാഹുവിനെ കൂടുതൽ പ്രകീർത്തിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾക്ക് ഇതാ ഈ മുഹമ്മദ് നബിയിൽ വലിയ മാതൃക ഉണ്ട് എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് നമ്മൾ മുഹമ്മദ് നബിയെ അനുധാവനം ചെയ്ത് മുഹമ്മദ് നബി ചെയ്ത പോലെ കാര്യങ്ങൾ ചെയ്യണം എന്ന് ആളുകളെ പഠിപ്പിക്കുന്ന ഒരു വിഭാഗമാണ്. മുഹമ്മദ് നബിയെ അങ്ങേയറ്റം നിങ്ങൾ സ്നേഹിക്കണം, മറ്റാരെക്കാളും മുഹമ്മദ് നബിയെ സ്നേഹിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു വിഭാഗമാണ്. ആ സ്നേഹിക്കണം, അതുപോലെ മറ്റു കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോൾ അതിന്റെ താല്പര്യമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രീതിയിൽ മതം മനസ്സിലാക്കുക എന്നുള്ളത്. അതാണ് ഈ നബിദിനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഇങ്ങനെ ഒരു പരിപാടിയല്ല. ഏതെങ്കിലും ഒരു പ്രവാചകൻ, എത്ര പ്രവാചകന്മാരെ സംബന്ധിച്ച് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ആ ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ജന്മദിനം പ്രത്യേക റസൂലിനെ എടുത്തു പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞോ? ഒന്നും ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം 100 വർഷത്തോളം സഹാബാക്കൾ വീണ്ടും ജീവിച്ചിട്ടുണ്ട്. 100 വർഷത്തോളം ജീവിച്ചിട്ടുണ്ട്. അവസാനത്തെ സഹാബി മരിച്ചു പോകുമ്പോൾ റസൂലുള്ളാഹിന്റെ വഫാത്ത് കഴിഞ്ഞ് 110 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് അവസാനത്തെ സഹാബി മരിച്ചു പോകുന്നത്. അതിൽ ഏതെങ്കിലും ഒരാള് ഈ റബീഉൽ അവ്വൽ മാസത്തിൽ എന്തെങ്കിലും ഒരു പുണ്യകർമ്മം എന്ന് വിചാരിച്ച് ചെയ്തിട്ടുണ്ടോ?
ആരും ചെയ്തത് നമുക്ക് കാണാൻ കഴിയില്ല. അതുപോലെ മുസ്ലിം ലോകം മൊത്തത്തിൽ 4 ഇമാമുകൾ അംഗീകരിക്കുന്നവരാണ് മുസ്ലിം ലോകം മൊത്തത്തിൽ. ഇമാം ഷാഫി, അബൂ ഹനീഫ, അഹ്മദ് ബിൻ ഹംബൽ, അതുപോലെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ഈ 4 ഇമാമുകളും റബീഉൽ അവ്വൽ മാസവുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യവും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല, ഒന്നും പഠിപ്പിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു അമല് റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകമായി ചെയ്യാൻ ഇസ്ലാം മതം നമ്മളോട് പറയുന്നുണ്ടോ? ഇസ്ലാം മതം പറയാത്തൊരു കാര്യം മതത്തിന്റെ പേരിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്നുമില്ല. ഇനി വേറൊന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. സാധാരണ നമ്മുടെ നാട്ടിലെ പിന്നെ അറബിയിൽ ഖുതുബ നടത്തുന്ന പള്ളികളിൽ, ആ പള്ളികളിലൊക്കെ സാധാരണ ഒരു ഏടെടുത്ത് വായിക്കുകയാണ് ചെയ്യുക. ആ ഏട് ഇബ്നു നബാത്തത്തുൽ മിസ്രി, ഈജിപ്തുകാരനായ ഇബ്നു നബാത്ത എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം എഴുതിയ കുറെ ഖുതുബകളാണ്. അത് ഓരോ ആഴ്ചയും അദ്ദേഹം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ ആ ഖുതുബ ഓരോന്നും ഇങ്ങനെ എടുത്ത് വായിക്കുക. അതാണ് നബാത്തി ഖുതുബ എന്ന് പറയുന്നത്. ആ നബാത്തി ഖുതുബയിൽ ഓരോ ആഴ്ചയും പറയേണ്ട ഖുതുബ പറയേണ്ട കാര്യങ്ങൾ അതിലിങ്ങനെ ഓരോ സംഭവം, റമദാനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ഓരോന്നിനെ പറ്റി അതിലുള്ള ഖുതുബയിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ റബീഉൽ അവ്വൽ മാസത്തിൽ ആ 4 ആഴ്ചകൾ, വെള്ളിയാഴ്ചകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും ആ നബാത്തി ഖുതുബയിൽ നമുക്ക് കാണാൻ കഴിയില്ല. നിങ്ങൾ നമ്മളുടെ ആ രീതിയിൽ ഖുതുബ ഓതുന്ന മുസ്ലിയാക്കന്മാരോടോ പണ്ഡിതന്മാരോടോ നിങ്ങൾ ചോദിച്ചു നോക്ക്, എല്ലാ ആഴ്ചയും പള്ളിയിൽ ഓതുന്ന ഈ ഖുതുബന്റെ ഈ ഏടിന് ഇങ്ങനെ റബീഉൽ അവ്വൽ മാസത്തിൽ ഇങ്ങനെ വല്ല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു സംഭവമേ ആ വിഷയത്തിലില്ല. അതാണ് നമ്മൾ സാധാരണ ആളുകളെ ധരിപ്പിക്കുന്ന കാര്യം. ഇത് ദീനിന്റെ പേരിൽ നിങ്ങൾ പറയരുത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയിൽപ്പെട്ടാൽ ഇതൊരു കൂലി കിട്ടുന്ന കാര്യമായിട്ട് ഒന്നും നിങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു വിഷയത്തിന് ഒരു നബിയുടെ കാലത്ത് ചെയ്ത ഒരു അസ്ല് നമ്മൾക്ക് ഉണ്ടായാൽ മതി, ഒരു പ്രമാണന്റെ അതിന്റെ പേരിൽ നമ്മൾക്ക് ചെയ്യാം. അപ്പൊ സാധാരണ നമ്മൾ പറയും, ചില ആളുകൾ പറയും, ഈ മറഞ്ഞ മയ്യത്തിന് മയ്യത്ത് നമസ്കരിക്കുക, അതായത് മയ്യത്ത് മുമ്പിലില്ലാതെ നമസ്കരിക്കുക എന്ന് പറഞ്ഞത് എന്താണ്, ആവശ്യമുണ്ടോ? പല ആൾക്കാരും ചെയ്യാറില്ല. പണ്ഡിതന്മാരിൽ പല ആളുകളും മറഞ്ഞ മയ്യത്തിന് നമസ്കരിക്കേണ്ടതില്ല എന്ന് അഭിപ്രായം പറയുന്നുണ്ട്. എന്നാലും ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയും മറ്റുള്ളവരൊക്കെ മറഞ്ഞ മയ്യത്തിന് നമസ്കരിക്കുന്നതിന് വിരോധമില്ല എന്ന അഭിപ്രായക്കാരാണ്. പക്ഷെ അതിന് അവർ ഒരു പ്രമാണം ഉദ്ധരിക്കുന്നുണ്ട്. എല്ലാത്തിനും പ്രമാണം ധരിക്കണം. ഒരു അസല്, ഒരു അടിസ്ഥാനം പറയുന്നുണ്ട്. അതെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നജ്ജാശി രാജാവ് മരണപ്പെട്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എത്യോപ്യയിൽ മരിച്ച നജ്ജാശിക്ക് വേണ്ടി മദീനയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചിട്ടുണ്ട്, മുമ്പിൽ മയ്യത്തില്ലാതെ നമസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് മുമ്പിൽ മയ്യത്തില്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു എന്നൊരു അടിത്തറ, ഒരു അടിസ്ഥാനം നമുക്ക് ലഭിക്കുന്നു. ആ ഒരു അടിസ്ഥാനം ഉണ്ടെങ്കിൽ നമുക്ക് പ്രമാണത്തിന്റെ അടിത്തറയായി അതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യാം. പക്ഷെ ആ അടിസ്ഥാനം സ്വീകരിക്കാൻ പറ്റുമോ പറ്റൂലേ, അത് വേറെ തർക്കമാണ്. ചില പണ്ഡിതന്മാര് പറയുന്നു ആ അടിസ്ഥാനം എന്ന് പറയുന്നത് വേറെ ആരും നിസ്കരിക്കാത്തതുകൊണ്ടാണ്. അങ്ങനെ തോന്നുന്ന ആളുകൾക്ക് ആ നമസ്കാരത്തിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല. അത് അവരവൻ മനസ്സിലാക്കുന്നതിനനുസരിച്ച് ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതായാലും അങ്ങനെ ഒരു നമസ്കാരം നിർവഹിച്ചില്ലേ, അത് എന്തുകൊണ്ടാണ് ഞാൻ നിർവഹിക്കണമെന്ന് റസൂലുള്ള പറഞ്ഞിട്ടില്ല. റസൂലുള്ള പറഞ്ഞിട്ടില്ല ഞാൻ ഈ മുമ്പിൽ മയ്യത്തില്ലാതെ നജ്ജാശിന്റെ നിസ്കരിച്ചത് ആരും നിസ്കരിക്കാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു അടിത്തറ വേണം. അങ്ങനെ എന്തെങ്കിലും ഒരു അടിസ്ഥാനം, ഒരു അടിത്തറ മതത്തിൻ്റെതായി ഇല്ലാത്ത ഒരു സംഗതി പുതുതായി ഉണ്ടാകുന്നതിനാണ് നമ്മൾ ബിദ്അത്ത് എന്ന് പറയാം. ഇല്ലാത്ത കാര്യങ്ങൾ ബിദ്അത്ത് എന്ന് പറയാം. നബിദിനത്തെ സംബന്ധിച്ചിടത്തോളം അതാണ് അതിന്റെ അവസ്ഥ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളും അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും അവരൊക്കെ റസൂലുള്ള ജനിച്ച ദിവസത്തിന്റെ പേരിൽ ഒരു ചൊള കാരക്ക ആർക്കെങ്കിലും കൊടുത്തു എന്ന് വിചാരിക്കുക. ഇത് അല്ലാഹുവിന്റെ റസൂൽ ജനിച്ച ദിവസമാണ്, ആ സന്തോഷം കൊണ്ട് ഇതാ എന്ന് പറഞ്ഞു ഒരാൾക്കൊരു കാരക്ക കൊടുത്തിട്ടുണ്ടെങ്കിൽ, സഹാബാക്കളിൽ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിക്ർ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്, അന്ന് നമ്മൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് ഒരു 2 പ്രാവശ്യം ചെല്ലുക. കാരണം ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസമാണ്, അത് വളരെ സന്തോഷമുള്ള ദിവസമാണ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സഹാബി റസൂലിന്റെ കാലത്ത് നബിയുടെ പത്നിമാരിൽ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വിരോധമല്ല, നമുക്ക് അടിത്തറയായി എടുത്തിട്ട് ആ കാര്യങ്ങൾ ചെയ്യാം. അങ്ങനത്തെ യാതൊരു പ്രമാണമില്ലാത്ത കാര്യം നമ്മുടെ മുസ്ലിം സമുദായത്തിൽ ഇത്ര വ്യാപകമായി പ്രചരിക്കുന്നു, പല സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ട് എന്നതൊക്കെയാണ് അതിനുള്ള ഒരു ന്യായം.
ഇതിനെ പണ്ഡിതന്മാരിൽ പല ആളുകളും വളരെ രൂക്ഷമായി എതിർത്തിട്ടുണ്ട്. അപ്പൊ ഇതിന് പ്രമുഖ മാലിക്കി മദ്ഹബിലെ പണ്ഡിതൻ ഇമാം ഫാക്കിഹാനി, അദ്ദേഹം യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെരുപ്പ് കൊണ്ട് ബർക്കത്തെടുക്കാം എന്നൊക്കെ പറയുന്ന അഭിപ്രായക്കാരനാണ്. ഇന്ന് നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളിൽ പല ആളുകൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും അതേ രീതിയിൽ വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ അതേ രീതിയിൽ പറഞ്ഞ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പണ്ഡിതനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള സന്ദർശിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ അവിടെ പോകുന്നതിന് വിരോധമല്ല എന്നൊക്കെ അഭിപ്രായം പറഞ്ഞ മാലിക്കി മദ്ഹബിലെ പ്രമുഖനായ ഒരു പണ്ഡിതനാണ്. ഹിജ്റ 734 ജീവിച്ചൊരു പണ്ഡിതനാണ് അദ്ദേഹം ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത്, ഈ മൗലിദിനെ സംബന്ധിച്ച് പറഞ്ഞത്, ലാ അഅലമു ലിഹാദിൽ മൗലിദി അസ്ലൻ ഫിൽ കിതാബി വസ്സുന്ന, ഖുർആനിലോ സുന്നത്തിലോ ഇതിനൊരു അടിത്തറല്ല, ഒരടിസ്ഥാനം ഞാൻ കാണുന്നില്ല. വലാ യുൻഖൽ അമലുഹു അൻ അഹദി മിൻ ഉലമാഇൽ ഉമ്മത്തി, ഉമ്മത്തിന്റെ മുസ്ലിം സമുദായത്തിലെ അഗ്രേസരന്മാരായ പണ്ഡിതന്മാരിൽ നിന്ന് ആരെങ്കിലും ഈ അമലിനെ പറ്റി പറഞ്ഞതും ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. അല്ലദീന ഹുമുൽ ഖുദൂത്ത് ഫിദ്ദീൻ, മതത്തിലെ മാതൃകായോഗ്യരായ പണ്ഡിതന്മാർ ആരും പറഞ്ഞിട്ടില്ല. അൽ മുതമസ്സിഖുന ബി ആസാരിൽ മുതഖദ്ദിമീൻ, പൂർവികരുടെ ചര്യ പിൻപറ്റുന്ന ആരും ഇത് ചെയ്തിട്ടില്ല. ബൽ ഹുവ ബിദ്അത്തുൻ, ഇതൊരു ബിദ്അത്താണ്. അഹദസൽ ബത്താലൂന വശഹവത നഫ്സിൻ യതനാ ബിൽ അക്കാലൂൻ, ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ജോലിയൊന്നും ചെയ്യാതെ വയറ് നിറക്കണം എന്ന് വിചാരിക്കുന്ന തീറ്റക്കൊതിയന്മാര് ഉണ്ടാക്കിയ ഒരു പുതിയ ബിദ്അത്താണ് എന്നാണ് അദ്ദേഹം അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം മൊത്തത്തിൽ പല കാര്യങ്ങളെ സംബന്ധിച്ചും നമുക്ക് അഭിപ്രായ വ്യത്യാസം പറയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആ കാലഘട്ടത്തിൽ 734 അദ്ദേഹം ഇങ്ങനെ ആണ് അതിനെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോ അദ്ദേഹം പറഞ്ഞ ഈ കാര്യം അതിനെ പല പണ്ഡിതന്മാരും ചില ആളുകളൊക്കെ അതിനെ എതിർത്തിട്ടുണ്ട്. ഈ മൗലിദ് നടത്താമെന്ന അഭിപ്രായമുള്ള പണ്ഡിതന്മാർ ഈ വാക്കിനെ എതിർത്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഈ പ്രമാണം ഉണ്ടല്ലോ, ഖുർആനിലോ സുന്നത്തിലോ അതല്ലെങ്കിൽ പൂർവികരായ ഇമാമുകളിലോ ആരെങ്കിലും ഇത് ചെയ്തതായി കണ്ടിട്ടില്ല. എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഹിജ്റ 6-7 നൂറ്റാണ്ടിൽ ജീവിച്ച മുളഫർ എന്ന ഒരു ഇർബലിലെ ചക്രവർത്തിയാണ് ആദ്യമായി മൗലിദ് ആഘോഷം എന്നത് ഒരു ആഘോഷമായി കൊണ്ടാടിയത്. അദ്ദേഹം ആ കാലഘട്ടത്തിൽ അദ്ദേഹം ആ രീതിയിൽ ആളുകളെ ഒരുമിച്ച് കൂട്ടി ഭക്ഷണമൊക്കെ കൊടുത്തു. അദ്ദേഹം ഒരു സതുദ്ദേശത്തിൽ ചെയ്തതായിരിക്കും, നമുക്കറിയില്ല. എന്തായാലും പിൽക്കാലത്ത് അതൊരു അനാചാരമായി മാറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ സന്തോഷിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആളുകളെ വലിയ അന്ന് ആ സദ്യക്കുണ്ടായിരുന്ന വിഭവങ്ങളൊക്കെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏകദേശം 7-ാം നൂറ്റാണ്ടിലാണ്. ഇർബലിലെ ചക്രവർത്തിയായിരുന്ന മുളഫർ രാജാവാണ്. 6-7 നൂറ്റാണ്ടുകളിൽ ജീവിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ആദ്യം ഈ രീതിയിൽ സംഗതി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെ 6-7 നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷം മുസ്ലിം സമുദായത്തിലേക്ക് കടന്നു വന്ന ഒരു കാര്യം എങ്ങനെയാണത് മതത്തിലെ ഒരു പ്രമാണമായി മാറുക, എങ്ങനെയാണ് മതത്തിന്റെ ഭാഗമായി മാറുക? അപ്പൊ അതിന്റെ കൂട്ടത്തിൽ അതില് ദിക്റില്ലേ, ദുആയില്ലേ, അന്നദാനമല്ലേ, അതൊക്കെ പറഞ്ഞതുകൊണ്ട് അത് കാര്യമില്ല. മറിച്ച് അതിന് ആ ദിക്റും ദുആയും അന്നദാനം ഒക്കെ അള്ളാഹുവിന്റെ റസൂലിന് അറിയായിരുന്നു, സഹാബാക്കൾക്ക് അറിയായിരുന്നു. ഒരാരും അത് ചെയ്തിട്ടില്ല. ഒരാളുടെയും ജന്മദിനത്തിന് അങ്ങനത്തെ ഒരു സംഗതിയും ചെയ്തിട്ടില്ല. അതാണ് നമ്മൾ അതിൽ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതാണ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ടാടുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ അടിത്തറയില്ലാത്തൊരു കാര്യമാണ്. പലപ്പോഴും ഇതിന് അടിത്തറയായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് പണ്ഡിതന്മാർ പലപ്പോഴും ഓതാറുണ്ട്. അത് വിശുദ്ധ ഖുർആനെ പറ്റി ഖുർആൻ പറഞ്ഞൊരു കാര്യമാണ്. അതാണ് സൂറത്ത് യൂനിസിലെ 58-ാമത്തെ ആയത്താണ്. ഏതാണ്? യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് നിങ്ങൾക്കിതായി സദുപദേശം വന്നിരിക്കുന്നു. വശിഫാഉൻ ലിമാ ഫി സുദൂർ, ഹൃദയത്തിലുള്ളതിന് ശമനവും ഇതാ വന്നിരിക്കുന്നു. വഹുദൻ, അതുപോലെ നിങ്ങൾക്ക് സന്മാർഗം വന്നിരിക്കുന്നു. വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, മുഅ്മിനുകൾക്ക് ഒരു കാരുണ്യവും ഇതാ വന്നിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് സൂറത്ത് യൂനിസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങനെ പറയാനും വേണ്ടി ജനങ്ങളെ നിങ്ങൾക്ക് വലിയ ഒരു ആശ്വാസമാണ് വിശുദ്ധ ഖുർആൻ. ഹൃദയത്തിലുള്ള രോഗങ്ങൾക്ക് അത് ശമനമാണ്, സന്മാർഗമാണ്, കാരുണ്യമാണ്. അത് നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഒരു സതുപദേശമാണ്. അത് നിങ്ങൾ ഉൾക്കൊള്ളണം. എന്നിട്ട് റസൂലിനോട് പറയണം, കുൽ, നീ പറഞ്ഞു കൊടുക്ക്, ബിഫദ്ലില്ലാഹി, അല്ലാഹുവിന്റെ ഈ ഫദ്ല് കൊണ്ട്, വബി റഹ്മത്തിഹി, അവന്റെ ഈ കാരുണ്യം കൊണ്ടും, ഫബിദാലിക ഫൽയഫ്റഹു, അത് മുഖേന അവർ സന്തോഷിക്കട്ടെ. ഹുവ ഖൈറുൽ ലക്കും മിമ്മാ യജ്മഊൻ, എന്തൊക്കെ ദുനിയാവിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടോ അതിനേക്കാളൊക്കെ വലിയ കാര്യമാണ് ഈ വിശുദ്ധ ഖുർആൻ. അത് ഖുർആൻ വ്യാഖ്യാതാക്കള് ഇവിടെ ഫദ്ലുള്ള, അള്ളാന്റെ ഫദ്ല് എന്ന് പറഞ്ഞത് ഇസ്ലാം മതമാണെന്നും റഹ്മത്ത് എന്ന് പറഞ്ഞത് അത് വിശുദ്ധ ഖുർആനാണെന്നും ആണ് പണ്ഡിതന്മാരൊക്കെ, ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇതിലുള്ള റഹ്മത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശുദ്ധ ഖുർആൻ റഹ്മത്തുൽ ആലമീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ലോകർക്കുള്ള ഒരു കാരുണ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ റഹ്മത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റസൂലിനെയാണ്. റസൂലിന്റെ കാര്യത്തിൽ നിങ്ങൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മളെ സന്തോഷം പ്രകടനമാണ്. അങ്ങനെ തെങ്ങുമോ കെട്ടി ഉപന്യസിച്ചുകൊണ്ടുള്ള ഒരു തെളിവാണ് സാധാരണ പണ്ഡിതന്മാർ ഇത് പറയാ. അതുകൊണ്ട് സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷിക്കണം. എങ്ങനെയാ സന്തോഷിക്കുക? നമുക്ക് സന്തോഷം ഉണ്ടായാലും നമ്മൾ ചെയ്യുക, നമ്മൾ മിഠായി വിതരണം നടത്തും, നമ്മൾ അതുപോലെ പല അന്നദാനം നടത്തും, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യും. അപ്പൊ അതുകൊണ്ട് റസൂൽ ജനിച്ചതിന് സന്തോഷം വേണം എന്ന് വ്യാഖ്യാനിച്ചൊപ്പിച്ച് സാധാരണക്കാരായ ആളുകളെ വഴിതെറ്റിക്കുന്ന ഒരു രീതിയാണ് കണ്ടത്. പക്ഷേ ഇതൊക്കെ പരലോകത്തിന് മോക്ഷം കിട്ടണമെന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ അതിന് യാതൊരു പഴുതും ഇസ്ലാം മതത്തിൽ ഇല്ല. ഇതിനെ സംബന്ധിച്ചിടത്തോളം, ഈ നബിദിനത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ യാതൊന്നുമില്ല. ആകെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട്, താൻ ജനിച്ചതുമായി ബന്ധപ്പെട്ട് റസൂലുള്ള പറഞ്ഞ ഒരു പരാമർശമുള്ളത്. അതെന്താണ്? തിങ്കളാഴ്ച നോൽബിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പൊ റസൂലുള്ള പറഞ്ഞു, ഫീഹി ഉലിതു വഫീഹി ഉൻസില അലൈ, തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ചത്, തിങ്കളാഴ്ചയാണ് എനിക്ക് വഹ്യും നൽകപ്പെട്ടത്. റസൂലായി മാറുന്നത് തിങ്കളാഴ്ചയാണ്, ഞാൻ ജനിച്ചതും തിങ്കളാഴ്ചയാണ്. അതുകൊണ്ട് റസൂലുള്ള തിങ്കളാഴ്ച നോമ്പ് നോൽക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോ നോമ്പ് അങ്ങനെ വല്ല നിലക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തെ സംബന്ധിച്ച് വല്ല നിലക്കും നമുക്ക് അതിൽ ആത്മാർത്ഥം ഉണ്ടെങ്കിൽ തിങ്കളാഴ്ച നോമ്പ് നമ്മള് അത് വ്യാപകമായി എല്ലാ തിങ്കളാഴ്ച നോമ്പ് നോൽക്കുകയാണ് വേണ്ടത്. അല്ലാതെ കൊല്ലത്തിലൊരു ദിവസം ഇങ്ങനെ നടത്തുന്ന കാര്യം അത് വിശുദ്ധ ഖുർആൻ അവതരിച്ച റമദാൻ മാസവും അതുപോലെ ഹജ്ജ് അങ്ങനത്തെ ഇസ്ലാം നിർണയിച്ച ആരാധനാകർമ്മേ ഉള്ളൂ. വല്ലാത്ത റബീഉൽ അവ്വൽ മാസത്തിൽ ഒരു ആരാധനാകർമ്മമില്ല. ഇപ്പൊ നമ്മള് റമദാൻ മാസത്തിൽ നോമ്പുണ്ട്, ദുൽഹജ്ജ് മാസത്തിൽ ഹജ്ജുണ്ട്, അതുപോലെ ദുൽഖഅദ മാസം, റജബ് മാസം എന്ന് പറഞ്ഞാൽ അത് ഹറാമാക്കപ്പെട്ട മാസമാണ്. അതുപോലെ ശവ്വാൽ മാസത്തിൽ നോമ്പുണ്ട്. അങ്ങനത്തെ പല രീതിയിലും ഓരോ മാസത്തിൽ നമുക്ക് പല ആരാധനാകർമ്മങ്ങളും അള്ളാഹുവിന്റെ റസൂല് മതമായി നമുക്ക് നിർണയിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് റബീഉൽ അവ്വൽ മാസത്തിൽ എന്തെങ്കിലും ഒരു ആരാധനാകർമ്മം, എന്തെങ്കിലും ഒരു ഇബാദത്ത് അള്ളാഹിന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ആചാരം ഇസ്ലാമിന്റെ മേലിൽ പറയുന്നത് തികച്ചും തെറ്റായ ഒരു കാര്യമാണ്. അത് നമ്മൾ മറ്റുള്ള ആളുകളെ പഠിപ്പിച്ചു കൊടുക്കണം, വളരെ സമാധാനത്തോടു കൂടി പഠിപ്പിച്ചു കൊടുക്കണം. കാരണം ഇത് ആചരിക്കുന്ന ആളുകൾ ഇത് വളരെ ശരിയാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതാണ് ഇതിന്റെ സങ്കടം. ആളുകൾ ഇത് ശരിയാണ്, ഇത് തങ്ങൾക്ക് ഉപകാരപ്പെടും, മരിച്ചെന്നാൽ അള്ളാഹിന്റെ റസൂൽ എനിക്ക് വേണ്ടി ശുപാർശ നടത്തും. ചില പണ്ഡിതന്മാരൊക്കെ പ്രസംഗിക്കും നിസ്കാരം നോമ്പും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും നബിന്റെ പേരിൽ നിങ്ങൾ ഈ നബിദിനത്തിന് നിങ്ങൾ സലാത്ത് ചെല്ലണം, അത് ചെല്ലിയാൽ അതൊക്കെ ചിലപ്പം പുറത്തു കിട്ടിയെന്ന് വരും എന്നൊക്കെ പറഞ്ഞ് ആരാധനാകർമ്മം നിർവഹിക്കുന്നതിലും മതപരമായ രീതിയിൽ നിഷ്ഠയോടുകൂടി ജീവിക്കുന്നതിലൊക്കെ ആളുകളെ തടഞ്ഞു നിർത്തിയിട്ട് അങ്ങനെയൊക്കെ ചെയ്താലും നിങ്ങൾ നബിദിനം കഴിച്ചാൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടും എന്ന രീതിയിലൊക്കെ ആളുകളെ പഠിപ്പിക്കുന്നുണ്ട്. ആളുകൾ ആ രീതി സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആളുകൾ, ഇവിടെ ഇത് കേൾക്കുന്ന ആളുകൾ, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പല ആളുകളും ഇതുണ്ടാവും. അവർക്ക് ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ഒക്കെ നമ്മളുടെ സഹോദരന്മാരാണ്. അതുപോലെ തന്നെ അന്യമതത്തിലുള്ള ആളുകൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇത് ഇസ്ലാമതായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല, ഇസ്ലാമതല്ല, മറിച്ച് പിൽക്കാലത്ത് കടന്നു വന്നൊരു ആചാരമാണ്. ഇസ്ലാമിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അത് വിശുദ്ധ ഖുർആനും അതുപോലെ പ്രവാചക ചര്യയും എന്താണോ നമ്മെ
പഠിപ്പിക്കുന്ന മതം അതിനപ്പുറത്ത് മതമല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ ഷൈഇൻ യുഖർരിബുകും ഇലൽ ജന്ന ഇല്ലാ ഖദ് ഹദ്ദസ്തുകും ബിഹി വമാ മിൻ ഷൈഇൻ യുബഇദുകും അനിൻ നാരി ഇല്ലാ ഖദ് ഹദ്ദസ്തുകും ബിഹി. സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. നരകത്തിൽ നിന്ന് അകറ്റുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ള പറഞ്ഞു. അതിനെങ്ങനെ ഒരു നബിദിനം അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് മൻ അഹ്ദസ ഫീ അംറിനാ ഹാദാ ഫഹുവ റദ്ദുൻ എന്ന് റസൂലുള്ള പറഞ്ഞു. മതകാര്യങ്ങളിൽ, അല്ലാതെ വേറെ ഭൗതികമായ പ്രശ്നങ്ങളിലല്ല, മതകാര്യങ്ങളിൽ നിങ്ങൾ പുതുതായി വല്ലതും കൂട്ടിച്ചേർത്താൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല അതിനെ പറ്റിയാണ് ബിദ്അത്ത് എന്ന് പറയാ. കുല്ലു ബിദ്അത്തുൻ ദലാല എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. എല്ലാ ബിദ്അത്തും വഴികേടിലാണ്. വകുല്ലു ദലാലത്തിൻ ഫിന്നാർ, എല്ലാ ദലാലത്തിന്റെയും പര്യവസാനം നരകവുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ആളുകളെ, സഹോദരന്മാരെ, നമ്മളുടെ വീട്ടുകാരെ, നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ഈ രീതിയിൽ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.